മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിയോഗ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് പ്രാതൽ വാർത്ത ഈ മണിക്കൂറിലും ആദ്യം പോകുന്നത്. രാജ്യം മൻമോഹൻ സിംഗിന് വിട നൽകുകയാണ്. ഡൽഹി എയിംസ് ആശുപത്രിയിൽ ഇന്നലെ രാത്രിയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം. 7 ദിവസത്തെ ദുഃഖാചരണമാണ് മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് നടത്താനിരുന്ന എല്ലാ സർക്കാർ പരിപാടികളും റദ്ദാക്കി. രാവിലെ 11-ന് കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നാളെയാകും സംസ്കാരം നടക്കുക. ഡൽഹിയിൽ നിന്നും ശരത് ലാലുണ്ട്. ശരത്ത്, ഏറെ വേദനാജനകമാണ് മൻമോഹൻ സിംഗിന്റെ വിയോഗം. ഇന്ന് AICC ആസ്ഥാനത്ത് പൊതുദർശനമുണ്ട്. ഈ പൊതുദർശനം എപ്പോഴാകും? അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. ഒപ്പം തന്നെ ഇന്നിപ്പോൾ കേന്ദ്ര മന്ത്രിസഭയുണ്ടല്ലോ, അപ്പോൾ അതിലായിരിക്കും ഈ സംസ്കാരം എവിടെ വെച്ച് എങ്ങനെ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക അല്ലേ? അതേ സതിലക്ഷ്മി, സംസ്കാരം എവിടെ വെച്ച് എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ കേന്ദ്ര മന്ത്രിസഭ യോഗം തീരുമാനമെടുക്കും. കാരണം രാജ്ഘട്ടിലായിരിക്കും മുൻ പ്രധാനമന്ത്രിമാരെ, ഇപ്പൊ രാജീവ് ഗാന്ധി ആയാലും അതുപോലെ ഇന്ദിരാഗാന്ധി മുൻ പ്രധാനമന്ത്രിമാരെ രാജ്ഘട്ടിലാണ് സംസ്കരിച്ചത്. വാജ്പേയി ആയാലും അതിന്റെ അപവാദം നരസിംഹറാവു മാത്രമായിരുന്നു. അദ്ദേഹത്തെ ഹൈദരാബാദിലുള്ള അദ്ദേഹത്തിന്റെ പൊതു ശ്മശാനത്തിലാണ്, അദ്ദേഹത്തിന്റെ കുടുംബ ശ്മശാനത്തിലാണ് സംസ്കരിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നുള്ളത് കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിക്കും. സമ്പൂർണ്ണ ബഹുമതികളോടെ തന്നെയായിരിക്കും സംസ്കാരം എന്ന് ഇന്നലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കുടുംബവുമായി ആലോചിച്ചായിരിക്കും ഇതിനുള്ള മുന്നോട്ടുള്ള നടപടി. അതുപോലെ കോൺഗ്രസ് പാർട്ടിയുമായും ഇത് സംബന്ധിച്ച ചർച്ച നടത്തും കേന്ദ്ര സർക്കാർ. കോൺഗ്രസ് ആസ്ഥാനത്ത് പൊതുചർച്ച വെക്കുന്ന മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം എല്ലാ PCC അധ്യക്ഷന്മാരും അതുപോലെ പ്രതിപക്ഷ നേതാവ്, MLA മാർ എന്നിവർ അന്ത്യോപചാരം അർപ്പിക്കണമെന്ന് AICC ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ എല്ലാ സംസ്ഥാന PCC ഓഫീസുകളിലും മൻമോഹൻ സിംഗിന്റെ പടം വെക്കണം, അതിനെ അശ്രുപൂജ ചെയ്യണം. ഡൽഹിയിൽ എത്താൻ കഴിയാത്ത നേതാക്കൾക്ക് സംസ്ഥാന നേതൃത്വത്തിലും DCC ഓഫീസുകളിലും ഇത് സംബന്ധിച്ച അശ്രുപൂജ നടത്തണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്നാലും AICC ആസ്ഥാനത്ത് എത്തിക്കുന്ന ഭൗതിക ശരീരം കോൺഗ്രസ് അധ്യക്ഷ മല്ലിക ഖർഗെ ഏറ്റുവാങ്ങും. അതിനുശേഷം ലീഡർ, പ്രതിപക്ഷ നേതാവ്, അതേപോലെ തന്നെ വിവിധ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ, നിലവിലുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രി, കർണാടക മുഖ്യമന്ത്രി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിമാർ, അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും പൊതുദർശനത്തിന് AICC ആസ്ഥാനത്ത് എത്തുമെന്നും AICC അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെയൊക്കെ ചുമതല കേരളത്തിൽ നിന്നുള്ള AICC ജനറൽ സെക്രട്ടറിയും ഓർഗനൈസറുള്ള KC വേണുഗോപാലാണ്. അദ്ദേഹമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചോളം മൻമോഹൻ സിംഗിന്റെ ഒരു ഔന്നിത്യം, മൻമോഹൻ സിംഗിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഔന്നിത്യം ബെൽഗാവിലുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയോ? അതെ, ഇന്നലെ തന്നെ ബെൽഗാമിൽ ഉണ്ടായിരുന്ന പ്രത്യേക സമ്മേളനം റദ്ദാക്കുകയും എല്ലാ നേതാക്കളോടും അടിയന്തരമായിട്ട് ഡൽഹിയിൽ എത്താൻ പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് പ്രത്യേക വിമാനം, സ്പൈസ് ജെറ്റിന്റെ ഒരു പ്രത്യേക വിമാനം തന്നെ ചാർട്ട് ചെയ്തു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം കർണാടക ഉപമുഖ്യമന്ത്രി D. ശിവകുമാർ ഉണ്ടായിരുന്നു, അതിന് ചുമതല അദ്ദേഹത്തിനായിരുന്നു. അതുപോലെ രമേശ് ചെന്നിത്തലയുണ്ട്, അദ്ദേഹത്തിനായിരുന്നു ഓർഗനൈസേഷൻ അതിലെ പ്രമേയത്തിന് ചുമതല. രമേശ് ചെന്നിത്തലയും അടക്കമുള്ള എല്ലാ നേതാക്കളും ഇന്നലെ രാത്രിയോടെ, ഇന്ന് പുലർച്ചയോടുകൂടി ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് എത്ര മണി മുതൽ പൊതുദർശനം ഉണ്ടാകും എന്ന കാര്യത്തിൽ രാവിലെ 8 മണിക്കാണോ 11 മണിക്കാണോ എന്ന കാര്യത്തിൽ കുടുംബവുമായി ചർച്ച ചെയ്യാണ്. അടുത്ത കുടുംബാംഗങ്ങൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള രാവിലെ ഒരു അവസരം മൻമോഹൻ സിംഗിന്റെ വസതിയിലുണ്ട്. അവിടെ ഉയർന്ന നേതാക്കളും അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഖാർഗെ നേരിട്ട് തന്നെ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ മക്കളും ഇപ്പോൾ ഭൗതിക ശരീരത്തോടൊപ്പം ഉണ്ട്. അവരുടെ തീരുമാനം വളരെ പ്രധാനമാണ്. കാരണം സിഖ് മതവിശ്വാസിയായ മൻമോഹൻ സിംഗിന്റെ ആചാരങ്ങൾ അല്ലെങ്കിൽ അന്തിമ കർമ്മങ്ങൾ സിഖ് മതാചാരപ്രകാരം നടത്തണമെന്ന് തന്നെയാണ് കുടുംബത്തിന്റെയും അതേപോലെ എല്ലാവരുടെയും ആഗ്രഹം. അതുകൂടി കണക്കിലെത്തിലായിരിക്കും കേന്ദ്ര മന്ത്രിസഭ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഏതായാലും മൻമോഹൻ സിംഗ് എന്നുള്ള ഒരു രാജ്യം ഏറ്റവും നല്ല അദ്ദേഹത്തിന് ഒരു അന്ത്യയാത്ര നൽകുക എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും യോജിച്ച് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു പദ്ധതി, അതായത് ഒരു നിലപാടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം കോൺഗ്രസ് നേതാക്കളും അമിത്ഷായുമായി ചർച്ച നടത്തു, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നപ്പോൾ ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ മൻമോഹൻ സിംഗിന് വേണ്ടി അതിഭീകരമായി വിഘടിച്ചു നിന്ന പ്രതിപക്ഷവും ഭരണപക്ഷവും മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ ഒരുമിച്ച് അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകാനുള്ള പദ്ധതികൾ ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാവും.
തീർച്ചയായും ശരത്ത് അങ്ങനെ തന്നെയാണ്. കാരണം ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഭരണഘടനാ ചർച്ചയിൽ പോലും ഈ സർക്കാർ കേന്ദ്രം മൻമോഹൻ സിംഗിനെ വിമർശിച്ചിരുന്നു. അന്നും മൻമോഹൻ പറഞ്ഞത് ഈ വരും കാലത്ത് രാജ്യത്തിന് അത് മനസ്സിലാകും എന്നാണ്. ഇന്ത്യയുടെ സാമ്പത്തിക മാന്ദ്യകാലത്തൊക്കെ ഇന്ത്യയെ കൈപിടിച്ചുയർത്തിയ രാഷ്ട്രീയ നേതാവ്, മന്ത്രി, പ്രധാനമന്ത്രി ഒക്കെയാണ് മൻമോഹൻ സിംഗ്. ഒപ്പം തന്നെ സാധാരണക്കാർക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ മൻമോഹൻ സിംഗ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം, അതായത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വികസനം മാത്രമേ രാജ്യത്ത് നടത്താൻ പാടുള്ളൂ എന്ന കർക്കശമായ നിലപാട് എല്ലാ കാലത്തും സ്വീകരിച്ച ആളുകൂടിയായിരുന്നു മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗിൻ്റെ വിയോഗം പ്രിയപ്പെട്ട മൻമോഹന് വിട നൽകുകയാണ് നമ്മുടെ രാജ്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു ശരത്ലാല ഡൽഹിയിൽ നിന്ന്.